വിശാഖ് മേനോൻ എന്നാണ്. ഞാൻ അബുദാബി അഡ്നോക്കിൽ വർക്ക് ചെയ്യുന്ന അവിടെ ഒരു ഓയിൽ കമ്പനിയിലാണ്. ഇതെൻ്റെ വൈഫ് രേഷ്മ, ഇതിൻ്റെ മോള് വേദ. അപ്പോൾ ഞാൻ RIKയെ കുറിച്ച് അറിഞ്ഞത് ഫേസ്ബുക്കിൽ ത്രൂ ആണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ലാഡർ ക്യാപിറ്റലിൽ ഒരു ഫ്ലാറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇൻറ്റീരിയർ എവിടെ ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു ചർച്ചയായി. അങ്ങനെ നമ്മൾ വൈഫൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിങ്ങനെ കുറേ പേരെടുത്ത് പോയായിരുന്നു. പക്ഷേ നമുക്കങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ആരും കിട്ടില്ല. അങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ ത്രൂ ഇങ്ങനെ ലാലേട്ടൻ, നമ്മുടെ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ചെയ്ത അത് RIKയാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ അവരുടെ വർക്ക്സ് എല്ലാം എടുത്ത് നോക്കി, ഇൻസ്റ്റയിലും നോക്കി, ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ അവരെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ ഫ്ലാറ്റ് ഇതായത് കാരണം നമുക്ക് നമ്മൾ വിചാരിച്ചു ഒരുപാട് എക്സ്പെൻസീവ് ആകും എന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു, വളരെ റീസണബിളായിട്ട് തന്നെ കിട്ടി. ഷോറൂം എറണാകുളത്ത് RIKയുടെ ഷോറൂം പോയി വിസിറ്റ് ചെയ്യായിരുന്നു. അവിടെ ആണെങ്കിലും നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടി, എങ്ങനെയൊക്കെയാണ് അവരുടെ മീൻസ് ഓരോ സെക്ഷനായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നമുക്ക് നോർമലായിട്ടുള്ള ലെവലിൽ, ഒത്തിരി ഹൈ എൻഡ് ലെവൽ, അങ്ങനെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയായിരുന്നു ഫ്ലാറ്റ് എങ്ങനെ വേണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. എനിക്ക് തോന്നുന്നു ഡിജു ആയിരുന്നു ഞങ്ങളുടെ ഡിസൈനർ. ഡിജു ആദ്യം വന്നു. ഞങ്ങളോട് ആദ്യം സംസാരിച്ചത് നമ്മുടെ ഐഡിയ എന്താണെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഞങ്ങളുടെ വീട് എങ്ങനെയാണെന്ന് ഞങ്ങൾ എങ്ങനെ പറയുന്നു അങ്ങനെ ചെയ്തു തരാനായിരുന്നു അവർ റെഡി ആയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അവിടെ കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞങ്ങൾ അങ്ങോട്ട് സജഷൻ പറഞ്ഞു. പറ്റാത്ത കാര്യം ഡിജു പറഞ്ഞില്ല, ഇത് ഇവിടെ പറ്റില്ല എന്നുള്ളത് കറക്റ്റ് ഓപ്പണായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങൾ ചെയ്യാം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് വയേർഡ് ബാസ്ക്കറ്റ് നമ്മൾ കിച്ചണിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒരു സാധനം ആയതുകൊണ്ട് അവരത് വേണ്ടാന്നുള്ളൊരു സജഷൻ അവർ തന്നെ ഇങ്ങോട്ട് വയ്ക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ നല്ല സജഷൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഫൈനലി ചെയ്തു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എങ്ങനെ മനസ്സിൽ കണ്ടോ അതേപോലെ ആയിരുന്നു ഡിജിന്റെ ഡ്രോയിങ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെ കണ്ടു അങ്ങനെ തന്നെ പുള്ളി വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതെ, നമ്മളിപ്പോൾ ആ ഡ്രോയിങ്ങിൽ 3Dയിൽ കണ്ടത് എന്താണോ അത് തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്, റീക്രിയേറ്റ് ചെയ്ത് തന്നതും. പിന്നെ അതുപോലെ നമ്മുടെ സജഷനും അവരുടെ സജഷനും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എലിഗൻ്റായിട്ട് തന്നെ നമുക്ക് എല്ലാം അവർ ചെയ്ത് തന്നു. പിന്നെ പ്രൊജക്റ്റ് ടൈമിലായാലും നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്നത് അനന്തു ആയിരുന്നു. അനന്തു ആണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളായിട്ട് എല്ലാത്തിനും നമുക്ക് നല്ല രീതിയിൽ ചെയ്തു. കാർപ്പൻറ്റേഴ്സ് എടുത്ത് പറയേണ്ട കാർപ്പൻറ്റേഴ്സാണ്. കാർപ്പൻറ്റേഴ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആണ് അല്ലേ. ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പം നമുക്ക് അതുകൊണ്ട് ഫ്ലാറ്റിലേക്ക് പ്രൊഡക്ഷനിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഈവൻ അടുത്ത ഫ്ലാറ്റുകാർ നമുക്കൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല, ഇവിടെ സൗണ്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോയ്സോ അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ആ പ്രൊഡക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്നതായതുകൊണ്ട് അത് നമുക്ക് ഫ്ലാറ്റിലാണെങ്കിലും ഈ വർക്ക് ടൈലിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെയൊക്കെയുള്ള ഇൻറ്റീരിയർ വർക്ക് സാധാരണ നമ്മൾ കേൾക്കുന്ന കുറച്ച് കംപ്ലയിൻറ്റ്സ് ഇതൊക്കെയാണ്. വർക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ ഇട്ട് പണിയുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമുക്ക് അതൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി, നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. അത് എടുത്ത് പറയണം RIKയുടെ കാര്യത്തിൽ. മെറ്റീരിയൽ ക്വാളിറ്റി, അതുപോലെ അവരുടെ മെഷർമെൻറ്റ്, ഇപ്പോൾ ഡിജു എടുക്കുന്ന മെഷർമെൻറ്റ്സ് ആണെങ്കിലും പ്രിസൈസാണ്. അതിൻ്റെ അകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ല. നമ്മൾ വിചാരിക്കും ഇതിവിടെ നമുക്ക് സ്യൂട്ട് ആവുമോ, പക്ഷേ പക്കയായിരുന്നു എല്ലാം. ഓരോ എലമെൻറ്റ്സും നമുക്ക്. ഇവൻ ഇതിനകത്ത് എടുത്തു പറയേണ്ട മോളുടെ മുറിയാണ്. അവൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവളുടെ മുറി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൗസ് വാമിങ്ങിന് വന്ന എല്ലാവരും ആദ്യം അദ്ദേഹം കൊണ്ടുപോയത് മുറിയിലേക്കാണ്. എൻ്റെ റൂം എന്ന് പറഞ്ഞിട്ട് അത് വളരെ വളരെ നന്നായിട്ട്. കാരണം വെച്ചാൽ അവൾക്ക് സാധനങ്ങൾ പ്ലേസ് ചെയ്യാൻ
വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. മീൻസ് ഇപ്പോഴത്തെ ഇതിന് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ നാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് മോളുടെ റൂമിലും കൊടുത്തേക്കുന്നത്. റിയലി താങ്ക്സ് ടു RIK. Thanks to Shitin, Diju, Anantu and the whole RIK team. Thank you very much.